ഇസ്ലാമിൻ്റെ അഖീദയാണ് ജിന്നുകളോട് ഒരു കാര്യം ചോദിച്ചാൽ ആ കാര്യം നിവർത്തിച്ചു തരാൻ ഖാദിറായ കുദറത്തുള്ള ഒരു ജിന്നിനെയും അള്ളാഹു ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല. ഓക്കെ, ഇസ്ലാമിൻ്റെ അഖീദയാണ് ജിന്നുകളോട് ഒരു കാര്യം ചോദിച്ചാൽ ആ കാര്യം നിവർത്തിച്ചു തരാൻ ഖാദിറായ കുദറത്തുള്ള ഒരു ജിന്നിനെയും അള്ളാഹു ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല. ഓക്കെ, ഇസ്ലാമിൻ്റെ അഖീദയാണ് ജിന്നുകളോട് ഒരു കാര്യം ചോദിച്ചാൽ ആ കാര്യം നിവർത്തിച്ചു തരാൻ ഖാദിറായ കുദറത്തുള്ള ഒരു ജിന്നിനെയും അള്ളാഹു ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല. ഓക്കെ, ജിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാൾക്ക് വല്ല ഉപകാരം ചെയ്തെടുക്കും, അയാളുടെ അഭ്യർത്ഥന കേട്ട് സഹായത്തേട്ടം കേട്ട് അയാളുടെ അഭ്യർത്ഥന കേട്ട് സഹായത്തേട്ടം കേട്ട് അയാളുടെ അഭ്യർത്ഥന കേട്ട് സഹായത്തേട്ടം കേട്ട് അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പൂജകളോ കാര്യങ്ങളോ ചെയ്ത് തൃപ്തിപ്പെടുത്താൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകൂല. എന്താ കാരണം? അത് ജിന്നിന് അള്ളാഹു കൊടുത്ത കഴിവാണ്, ആ ജിന്നിന്റെ പ്രകൃതമാണ്, ആ പ്രകൃതത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആ ജിന്നിനോട് ആരുടെ സഹായം തേടിയോ സഹായത്തേട്ടം ശിർക്ക. ഇവിടുന്ന് മനുഷ്യന്റെ അടുത്ത് ആ ജിന്നിക്ക് അങ്ങോട്ട് പോണ സാധനം ഉണ്ടല്ലോ, സഹായത്തേട്ടം ഇസ്തിയാനത്ത്, അത് ശിർക്ക. എന്നാൽ ജിന്ന് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് വിശ്വസിച്ചാൽ ജിന്നിന് കഴിവിൽ കൊടുത്ത കാര്യങ്ങൾ അത് ഒരിക്കലും അള്ളാഹുൽ പങ്കു ചേർക്കണില്ല. ഇതെന്തുകൊണ്ടാണ് ഇസ്തിയാനത്ത് ശിർക്കാവുന്നത്? അത് അള്ളാഹ്ക്കുള്ള ഇബാദത്ത്, അങ്ങോട്ട് പോകണം, അള്ളാഹ്ക്ക് മാത്രം പോകേണ്ട സാധനം. പിന്നെ ജിന്ന് ആരെങ്കിലും ഉപദ്രവിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കുള്ള ഇബാദത്തല്ല. ഉപദ്രവിക്കും എന്നുള്ളതിനാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അള്ളാഹു നമ്മോട് പറയാൻ പറഞ്ഞത്. അപ്പൊ അതിൽ അള്ളാഹുവിന്റെ ഉബൂദിയത്തിലോ റുബൂബിയത്തിലോ അസ്മാ സിഫാത്തിലോ അഫ്ആലോ അവിടെ പങ്കു ചേർക്കപ്പെടുന്നില്ല. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതാണ് ഞാൻ നേരത്തെ ആര്യ സർക്കാരോട് വളരെ വിശദമായി നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ആ വോയിസ് കൃത്യമായിട്ട് കേൾക്കണം. അസ്സലാമു അലൈക്കും.